2023 നടന്ന ഒരു ദാരുണമായ സംഭവത്തിൽ അമേരിക്കയിൽ നിന്ന് ഒരു നിർണായക തീരുമാനമുണ്ടായിരിക്കുകയാണ്. അമേരിക്കയിൽ പോലീസ് ഉദ്യോഗസ്ഥനോടിച്ച വാഹനം ഇടിച്ചു മരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് 262 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായ 23കാരി ജാൻവി കാണ്ടുലയുടെ കുടുംബത്തിനാണ് സിയാറ്റിൽ നഗരസഭ $29 ദശലക്ഷം, അതായത് ഏകദേശം 262 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. സിയാറ്റിൽ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ബിരുദാനന്തര ബിരുദം നേടാനുള്ള ശ്രമത്തിലായിരുന്നു കണ്ടുല. ജാൻവി കണ്ടുലയുടെ മരണം ഹൃദയഭേദകമായിരുന്നുവെന്ന് ബുധനാഴ്ച നടത്തിയ പ്രസ്താവനയിലൂടെ സിറ്റി അറ്റോർണി എറിക്ക ഇവാൻസ് പറഞ്ഞു. ഈ സാമ്പത്തിക ഒത്തുതീർപ്പ് കണ്ടുല കുടുംബത്തിന് ആശ്വാസം നൽകും. വിദ്യാർത്ഥിനിയുടെ ജീവിതം പ്രധാനമായിരുന്നു. അവളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒത്തുതീർപ്പിൻ്റെ ഏകദേശം $20 മില്യൺ തുക സിയാറ്റിൽ നഗരത്തിൻ്റെ ഇൻഷുറൻസ് വഴി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കിങ് കൗണ്ടി സുപ്പീരിയർ കോടതിയിൽ കക്ഷികൾ ഒത്തുതീർപ്പ് നോട്ടീസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കുടുംബമോ പോലീസോ തയ്യാറായിരുന്നില്ല. 2023 റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ ഞെട്ടിപ്പിക്കുന്ന അപകടമുണ്ടായത്. കെവിൻ ഡേവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ചിരുന്ന വാഹനം ഇന്ത്യൻ വിദ്യാർത്ഥിനി ജാൻവി കാണ്ടുലയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാഹനം അമിത വേഗത്തിലായിരുന്നു. പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ ബോഡി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഉദ്യോഗസ്ഥൻ ചിരിച്ച് സംസാരിക്കുകയും അപകടത്തെ വില കുറച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അപകടത്തിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥൻ മണിക്കൂറിൽ 119 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി. വാഹനം ഓടിച്ച ഉദ്യോഗസ്ഥനെ പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് കേസെടുക്കുകയും ചെയ്തു. $5000 പിഴ അടയ്ക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത്രയും നടപടികൾ സ്വീകരിച്ചെങ്കിലും യുവതിയുടെ മരണം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബോഡി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ വിവാദങ്ങൾക്ക് കാരണമായത്. അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായ ജാൻവി കാണ്ടുല സൗത്ത് ലേക്ക് യൂണിയനിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു. 2021 ഒരു സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് കീഴിൽ ബംഗളൂരുവിൽ നിന്ന് അമേരിക്കയിൽ എത്തുകയും തുടർന്ന് വിദ്യാഭ്യാസം നടത്തുകയുമായിരുന്നു. ഇതിനിടെയാണ് ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്.